വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനെൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ സൺഡേയിലേക്കായിരുന്നു ഞങ്ങൾ എമ്പുരാൻ്റെ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഈദ് ഹോളിഡേ സ്റ്റാർട്ടായിട്ടുണ്ട്. സോ എല്ലാവർക്കും ഈദ് മുബാറക്. ഞങ്ങൾ ദേറ സിറ്റി സെൻറ്ററിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ സിനിമ കാണാൻ പോകുന്നത്. എനിക്ക് ഫീൽ ഗുഡ് മൂവീസും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സുമാണ് കാണാൻ കൂടുതൽ ഇഷ്ടം. ഇത് എങ്ങനെയാകും, ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് ഫിലിം കണ്ടിട്ട് പറയാം. ഞങ്ങൾ ഓൾമോസ്റ്റ് ലേറ്റ് ആണ്. ആണോ? ഇവിടെ 11 മണി എന്ന് പറയുന്നത് ഏകദേശം തുടങ്ങുമ്പോൾ 11:30 ആവുമെന്നാണ് ചേട്ടൻ പറയുന്നത്. നമ്മൾ എത്ര ആയല്ലേ? ഓക്കെ. നന്നു എങ്ങനെ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുമെന്ന് അറിയില്ല. കട നമ്മൾ എത്തി. മുബാറക്. ഇത് വഴി നന്നു വണ്ടി നോക്കി. നന്നിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തൊക്കെ പോകുന്നത്. എക്സൈറ്റഡ് ആണ്. ഇവർക്ക് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്ന ഇഷ്ടമല്ല. ഇനി തിയേറ്ററിനുള്ളിൽ കയറിയിട്ട് എങ്ങനെ ആയിരിക്കും എന്ന് കണ്ടറിയാം. ഞങ്ങൾ ഓൺ ടൈം തന്നെയാണ് കേട്ടോ. വരാം. അപ്പോൾ സൂക്ഷിച്ച് വരണോ? സൂക്ഷിച്ച്. ഞങ്ങൾ സിനിമ കണ്ട് ഇറങ്ങി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഓർക്കുമായിരുന്നു എന്തിനാണ് ആൾക്കാർ ഇത്രയും നെഗറ്റീവ് റിവ്യൂസൊക്കെ പറഞ്ഞ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം തൊട്ട് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഈ തരത്തിലൊക്കെ ആലോചിച്ച് പഠിച്ച് ഇത്രയും വലിയൊരു സിനിമ ചെയ്യാൻ പൃഥ്വിരാജിന് കഴിഞ്ഞല്ലോ. നമ്മുടെ ഒരു മലയാളികൾക്ക് നന്നായിട്ട് അഭിമാനിക്കാൻ പറ്റുന്നൊരു സിനിമ, അഭിമാനിക്കാൻ പറ്റുന്നൊരു ഗൂസ് ബംസ് വരുന്ന ഒരുപാട് സീൻസ് ഉണ്ട്. എനിക്ക് ലാലേട്ടൻ്റെ എൻട്രി ഇഷ്ടമായി. ഒപ്പം പൃഥ്വിരാജ് വരുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു എൻട്രി എനിക്കത് ഞാനിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു എങ്ങനെയായിരിക്കും ആൾ വരുന്നതെന്നുള്ളത്. പിന്നെ അവർ ഒരുമിച്ചിട്ടുള്ളൊരു സ്റ്റണ്ടും കാര്യങ്ങളും എന്ത് രസമായിട്ട് ചെയ്യുന്ന. ലാലേട്ടന് ഈ ഒരു ഏജിൽ ഇത്രയും ഫ്ലെക്സിബിളായിട്ട് സ്റ്റണ്ട് ചെയ്യുന്നു. പൃഥ്വിരാജും ലാലേട്ടനും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളും എല്ലാം എനിക്കിഷ്ടപ്പെട്ടു. ഇത്രയും ആർട്ടിസ്റ്റുകൾ, അതും ഒരുപാട് അന്യഭാഷ ആക്ടേഴ്സ് എല്ലാം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരെല്ലാം മാനേജ് ചെയ്ത് ഇത്രയും നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തൊരു ഫിലിം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വെറുതെ നെഗറ്റീവ് പറയുന്നവർ അവിടെ നിന്ന് പറയും. നല്ല പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. നല്ല സിനിമയാണിത്. എല്ലാവരും പോയി കാണാം. അങ്ങനെ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. നമ്മൾ ഇവിടെ ഏത് ഹോട്ടലാണ്? മാലിക് റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്. മാലിക്. അപ്പോൾ എന്തായിരിക്കും നമ്മൾ കഴിക്കുക? ബിരിയാണി കഴിക്കാം. ഞാൻ യൂഷ്വലി എവിടെ പോയാലും ഊണാണ് കഴിക്കാറ്. എനിക്ക് മീൽസാണ് ഇഷ്ടം. പക്ഷെ ഇന്ന് ഈദല്ലേ, അപ്പോൾ ബിരിയാണി കഴിക്കാം. അല്ലേ നിന്നു ബിരിയാണി കഴിക്കുമോ? ഓക്കെ. അടച്ചോ? ഇവിടെ ആരും ഇല്ലല്ലോ. ബിരിയാണി കൊണ്ടുവരുമോ? ബിരിയാണിയാണോ കഴിക്കുന്നത്? ഓ, ചിക്കൻ വേണോ? ചിക്കൻ വേണ്ടേ? മട്ടൻ കഴിക്കും. മുട്ട കഴിക്കാം. മുട്ട കഴിച്ചു.
നന്നു പപ്പടം വേണോന്ന് വാങ്ങിച്ചോ. ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ മൂവി കണ്ടിട്ട് അവിടെ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അവിടെ കയറി കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തി. അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇനി ഞങ്ങൾ പോകുന്നത് കിഡി കോഞ്ചർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ കിഡ്സിന് മാത്രമായിട്ടുള്ളൊരു സലൂണാണ്. നന്നുവിൻ്റെ ഹെയർ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവൾ സമ്മതിക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അതോ ഒരു ബാഗൊക്കെ വാങ്ങിച്ചിരുന്നു, അത് കെട്ടിരിക്കുക. തരാം, ഹെയർ കട്ട് ചെയ്യണം കേട്ടോ. ഹെയർ കട്ട് ചെയ്യാം, ഹെയർ കട്ട് ചെയ്യണം. അതുകൊണ്ട് അവിടെ ടി വി ഉണ്ട്, ടി വി കണ്ട് നമുക്ക് ഹെയർ കട്ട് ചെയ്യാം. ചേട്ടാ അവിടെ ടി വി ഇല്ലല്ലോ. ആ നന്നു വെട്ടാൻ പോവാണ്. അല്ലിക്കുട്ടിയുടെ മുടി വെട്ടി അതുപോലെ നന്നുവിൻ്റെ മുടി വെട്ടാൻ പോണല്ലേ? അല്ലേ അല്ലേ? ആണ്. അങ്ങനെ ഒരു അംഗം കഴിഞ്ഞ് നന്നുവിൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞു. നന്നു എന്തിനാ കരഞ്ഞേ? എന്തിനാ കരഞ്ഞേ? എന്തിനാ കരഞ്ഞേ? അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാംസ് ഒക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. കുഞ്ഞിനെ ഫ്രഷാക്കി ഞാനൊന്ന് ഫ്രഷ് ആവാൻ പോവാണ്. സോ ഇതുവരെയും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ താങ്ക് യു സോ മച്ച്. വരും ദിവസങ്ങളിലും നല്ല വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ. ബായ്.